എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മിഹാക്കിന്റെ പവർ അതിപ്പോ അങ്ങനെ വൈറ്റ് ബേർഡിന് നേർക്ക് വരികയാണ്. വൈറ്റ് ബേർഡിനാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലും ഉണ്ടാവില്ല. ആ പവർ അതിപ്പോ വൈറ്റ് ബേർഡിന്റെ തൊട്ടടുത്തേക്ക് വരും. അത് വൈറ്റ് ബേർഡിന്റെ ക്ലോസ് എത്തുമ്പോഴേക്കും ആരോ ഒരാള് ഇപ്പൊ അതിന്റെ മുൻപിലേക്ക് വന്ന് ആ ഒരു പവർ അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് മുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അവിടെ ചുറ്റുമുള്ളവർക്ക് ആർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം മിഹാക്ക് നമ്പർ 1 സ്ക്വാഡ്സ്മാൻ ആണ്. അവന്റെ പവറിനെ പോലും റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാള് വൈറ്റ് ബേർഡിന്റെ ടീമിലുണ്ടോ? അവര് വണ്ടടിച്ച് ഇപ്പൊ പരസ്പരം നോക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അത് തടുത്ത ആളെ കാണിക്കും. അത് മറ്റാരുമല്ല, 3rd ഡിവിഷൻ കമാൻഡർ ഡയമണ്ട് ജോസു. അവന്റെ ബോഡി ആണെങ്കിൽ ഫുൾ ഡയമണ്ടുകൾ അതങ്ങനെ വെട്ടിത്തിളങ്ങി അവൻ ജ്വലിച്ചു നിൽക്കും. അവനെ കാണുമ്പോൾ തന്നെ മിഹാക്കിന് മനസ്സിലാവും അവനെ തകർക്കാതെ വൈറ്റ് ബേർഡിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്ന്. ഡയമണ്ടും മിഹാക്കും അവർ രണ്ടുപേരും പരസ്പരം നോക്കി അങ്ങനെ മുരച്ചു നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടില് നമ്മുടെ ഈസ് അവനാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. കാരണം അവൻ കാരണമാണ് ഇത്രയും വലിയൊരു യുദ്ധം ഉണ്ടായത്. ഒരുപാട് പേര് അവര് പരസ്പരം ഫൈറ്റ് ചെയ്ത് അവിടെ മരണങ്ങള് ഇപ്പൊ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഉടനെ ആ അഡ്മിറൽ ആള് പറയും ഇനി ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് പീരങ്കി ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യ്. അടുത്ത സെക്കൻഡ് പീരങ്കികൾ ഉപയോഗിച്ച് സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പോ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. വലിയ വലിയ ബുള്ളറ്റ്സ് ഇപ്പൊ കപ്പലുകളിലേക്ക് വന്ന് വീണ് കപ്പലുകളാണെങ്കിൽ ആടി ഒലയാണ്. ഓൾറെഡി അവിടെ മുഴുവൻ ഐസ് ആക്കിയതുകൊണ്ട് തന്നെ അവർക്ക് കപ്പല് അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യിക്കാനും കഴിയില്ല. അങ്ങനെ ഫൈറ്റ് ആണെങ്കിൽ ഇപ്പൊ തീ പിടിച്ച് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കിസറുവിനാണെങ്കിൽ ഈ ഫൈറ്റ് ഒക്കെ കണ്ട് ഭയങ്കര ആവേശം. വാവ്, ഞാൻ കരുതിയതിന് കഴിഞ്ഞും ഒരുപാട് സ്ട്രോങ് ആണ് വൈറ്റ് ബിയർഡും അവന്റെ ടീംസും. അവൻ അല്പനേരം ഓരോരുത്തരുടെയും മൂവ്മെന്റ്സ് അത് കറക്റ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് ഇപ്പൊ ലൈറ്റായി മാറി ഫൈറ്റ് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ 3 അഡ്മിറൽസിൽ ഇപ്പൊ 2 അഡ്മിറൽസ് ഫൈറ്റ് ചെയ്യാൻ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഈ നടുക്കിരിക്കുന്ന കോക്രാച്ചി മോറൻ അഡ്മിറൽ ആളാണ് ഇവരിലെല്ലാം വെച്ച് ടെററായിട്ടുള്ള അഡ്മിറൽ. കട്ട് ചെയ്ത കിസറു ആണെങ്കിൽ ഇപ്പൊ പൈററ്റ്സിന്റെ നടുവിലേക്ക് വരും. അതിനുശേഷം ആദ്യം അവന്റെ ലൈറ്റ്നിങ് പവർ അതുപയോഗിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. കിസറുവിനെ കാണുമ്പോൾ തന്നെ പൈററ്റ്സിന്റെ ഉള്ളില് ചെറിയ പേടിയൊക്കെ തുടങ്ങും. വൈറ്റ് ബിയർഡും ഇപ്പൊ കണ്ണൊക്കെ ഇറുക്കി അടച്ച് കിസറുവിൽ തന്നെ നോക്കുകയാണ്. അടുത്ത നിമിഷം 1st ഡിവിഷൻ കമാൻഡർ മാർക്കോ അവനാണെങ്കിൽ ഇപ്പൊ കിസറുവിന്റെ അറ്റാക്ക് അത് തടയാനായിട്ട് തുടങ്ങും. മിലിറ്ററി ഫോഴ്സിന് അതും വലിയൊരു കനത്ത തിരിച്ചടിയായി മാറുകയാണ്. കാരണം അവരുടെ അഡ്മിറലിനെ പോലും വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ് അവർ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ തടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ മാർക്കോയെ കാണിക്കുക. അവന്റെ ബോഡി മുഴുവൻ നല്ല ലൈറ്റ്സ് ഒക്കെ കത്തി അങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ്. കിസറുവിനാണെങ്കിൽ ഇപ്പൊ മാർക്കോയുടെ പവറൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പേടിയാവും. കിസറുവിന്റെ അറ്റാക്ക് മുഴുവൻ അവന്റെ ബോഡിയിൽ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ആ പവർ അത് മാർക്കോയുടെ ബോഡിയിൽ അങ്ങനെ കത്തി എരിയും. പക്ഷെ മാർക്കോയ്ക്കാണെങ്കിൽ ഒരു രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടാവില്ല. ആ ഒരു അറ്റാക്കില് മാർക്കോയുടെ ബോഡിയിലുണ്ടായിരുന്ന പരിക്കുകളെല്ലാം തന്നെ ഞൊടിയിടയിൽ തനിയെ ഹീലാവാനായിട്ട് ആരംഭിക്കും. അവനൊരു ഫീനിക്സ് ബേർഡായിട്ട് മാറി ഇപ്പൊ കിസറുവിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. എന്നിട്ട് അവൻ ആഞ്ഞു ചവിട്ടും. പക്ഷെ കിസറു ആണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. പക്ഷെ മാർക്കോ ആണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും അവനെ ആഞ്ഞടിക്കും. കിസറു തെറിച്ചുപോയി വലിയൊരു ചുമരില് ആട്ടിച്ചു വീഴും. ഉടനെ കിസറു അവനാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് മൂട്ടിലുണ്ടായിരുന്ന ചെളിയും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ആ ജയന്റ് ടീമിനോട് അവരോട് സ്കൈയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. ആ സമയത്ത് നമ്മുടെ ഡയമണ്ട് അവൻ ചാടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഐസിൽ ആഞ്ഞിട്ടിക്കും. അതിപ്പോ 4 ബ്രേക്ക് ആവും. അതിലൊരു പീസ് അവൻ മുകളിലേക്ക് ഉയർത്തും. ആ വലിയ പീസ് അവനാണെങ്കിൽ അതെടുത്ത ആ ജയന്റുകൾക്ക് നേരെ വലിച്ചെറിയും. അതൊരു വിങ്കിള് പോലെ അവർക്ക് നേരെ വരാണ്. അതങ്ങനെ തൊട്ടടുത്തെത്തുമ്പോ ആ അക്കൈനോ അവനാണെങ്കിൽ പതിയെ തല ഉയർത്തി ക്യാഷ്വലായിട്ട് അതിനെ ഒന്ന് നോക്കും. അടുത്ത നിമിഷം അക്കൈനോ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ കൈ 2 ചുരുട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. അവന്റെ 2 കൈയും അങ്ങനെ കത്തിച്ചൊലിച്ച് ലാവ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അക്കൈനോയുടെ ബോഡി മുഴുവൻ ഇപ്പൊ നല്ല രീതിയിൽ തീ കത്തി പടർന്ന് അവന്റെ ബോഡി അങ്ങനെ വികസിക്കാൻ തുടങ്ങും. അവന്റെ കൈ ഇപ്പോ വലിയൊരു തീക്കനലായി മാറി അതുപയോഗിച്ച് ഐസ് പീസിൽ ആഞ്ഞടിക്കും. അത് ഓൺ ദ സ്പോട്ട് അങ്ങനെ തകർന്ന് തരിപ്പണാവും. അത്രയും വലിയ ആ ഒരു ഐസ് അതങ്ങനെ ഉരുകി ഇല്ലാതാവും. പൈററ്റ്സ് എല്ലാവരും വണ്ടടിച്ച് അവനെ നോക്കുകയാണ്. ഇത്രയും വലിയ ഐസ് കട്ട അതവൻ ഒറ്റയടിക്ക് തകർത്തില്ലാതാക്കി. അവന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ലാവ അതങ്ങനെ തിളച്ചു മറിയാണ്. അവർ ആ ലാവ കണ്ട്
പേടിച്ച് ദൂരേക്ക് മാറും. അടുത്ത നിമിഷം ആ ലാവ അതങ്ങനെ പൊട്ടിത്തെറിച്ച് പൈററ്റ്സുകളുടെ ദേഹത്തേക്ക് ചന്നം പിന്നെ വീഴാനായിട്ട് തുടങ്ങും. പൈററ്റ്സ് ആണെങ്കിൽ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അറഞ്ചം പുറഞ്ചം ഓടുകയാണ്. പക്ഷെ അപ്പോഴും വൈറ്റ് ബിയർഡ് ആളാണെങ്കിൽ ആളുടെ കൊമ്പമീശയും കടിച്ചു പിടിച്ച് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ അങ്ങനെ നിൽക്കും. വൈറ്റ് ബിയർഡിന്റെ ഒരു കപ്പല് അത് മുഴുവനായിട്ടും കത്തി അമരാനായിട്ട് തുടങ്ങും. ഒരുപാട് സോൾജേഴ്സിന് പരുക്ക് പറ്റും. ചെറുക്കാണെങ്കിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. പക്ഷെ വൈറ്റ് ബിയർഡിന് അപ്പോഴും യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. ആളാണെങ്കിൽ അതിനെല്ലാം മുന്നില് മൗനമായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ വലിയൊരു ലാവ ഇപ്പോ വൈറ്റ് ബിയർഡിന് നേർക്ക് വരാണ്. അതങ്ങനെ ആളുടെ തൊട്ട് ക്ലോസ് എത്തുമ്പോ ജസ്റ്റ് കാഷ്വലായി അതിനെ നോക്കി ആഞ്ഞൂതും. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു വലിയ ലാവ അതങ്ങനെ തണുത്തുറഞ്ഞു പോകും. ആർമി ടീംസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അറഞ്ചം പുറഞ്ചം പീരങ്കികൾ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ വൈറ്റ് ബിയർഡിന്റെ ടീംസ് ആണെങ്കിൽ ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അങ്ങനെ രണ്ട് ടീമും നല്ല ആവേശത്തില് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നേവി സോൾജേഴ്സ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും വൈറ്റ് ബിയർഡിന്റെ കപ്പല് അത് തകർത്ത് കളയാനായിട്ട് കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. കാരണം വൈറ്റ് ബിയർഡിന്റെ കപ്പലും വൈറ്റ് ബിയർഡിനെ ഒതുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഉടനെ അവരെല്ലാവരും ചേർന്ന് വൈറ്റ് ബിയർഡിന്റെ കപ്പലിനെ ഫോക്കസ് ചെയ്യാണ്. അതിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോൾജേഴ്സ് എല്ലാവരും വൈറ്റ് ബിയർഡിന് അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആ പൈററ്റ്സ് അവർ കൂട്ടം കൂടി വന്ന് സോൾജേഴ്സിനെ എല്ലാം തല്ലി തല്ലി കൊല്ലുകയാണ്. ആർക്കും തന്നെ വൈറ്റ് ബിയർഡിന്റെ ഏഴയലത്ത് പോലും എത്താൻ പറ്റില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ കണ്ണാടി പയ്യനെ കാണിക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ വളർന്ന് ഉഷാറായി. പക്ഷേ അവൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫൈറ്റ് കാണുന്നതും അതിനിടയിൽ ഫൈറ്റ് ചെയ്യുന്നതും. അവന് തൊട്ടടുത്തായിട്ട് ആ ഹെൽമപ്പോ അവന്റെ കാലും കൈയും ഇപ്പൊ കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങും. അവന് മുൻപോട്ട് പോകണോ പുറകോട്ടേക്ക് ഓടണോ എന്നൊന്നും അറിയില്ല. ഹെൽമപ്പോ ആണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യന്റെ അടുത്തേക്ക് വരും. ഇത് വലിയ യുദ്ധമാണ്. ഇതിനിടയിൽ നമ്മൾ പെട്ടുപോയ നമ്മുടെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. നമുക്കിവിടെ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇപ്പൊ തന്നെ നമുക്ക് ആരുടെയും കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു പോവാം. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. കണ്ണാടി പയ്യനാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് കുറച്ചു നേരം ചിന്തിക്കും. ഒരുപാട് വർഷത്തോളം നേവിയിൽ വർക്ക് ചെയ്ത് അവന് കിട്ടിയ ഒരു വലിയ യുദ്ധമാണിത്. എൽമപ്പോ ആണെങ്കിൽ വീണ്ടും വീണ്ടും പറയും, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അഡ്മിറൽ ആവുക എന്നതല്ലേ. അപ്പോഴായിരിക്കും കണ്ണാടി പയ്യൻ അവൻ ലൂഫിയോട് അവസാനം അവനൊരു അഡ്മിറലായി മാറണം എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുക. കണ്ണാടി പയ്യൻ അത് വേറെ സെൻസിൽ എടുക്കുന്നെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹെൽമപ്പോ അവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, നീ അത് വേറെ സെൻസിൽ എടുക്കരുത്. ഇപ്പൊ നിനക്കും എനിക്കും ഒരു സ്ട്രെങ്തും ഇല്ല. ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്താ ഉറപ്പായാലും നമ്മൾ മരിച്ചു പോകും. നീ ജീവിച്ചിരുന്നാൽ മാത്രമേ കൂടുതൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് പവർഫുൾ ആയി 2-3 ഡെവിൾ ഫ്രൂട്ട് ഒക്കെ കഴിച്ച് നിനക്കും നീ ആഗ്രഹിച്ചതുപോലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കാര്യമായിട്ട് പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു വലിയ കപ്പല് അവിടേക്ക് വരികയാണ്. ആ കപ്പല് കാണുമ്പോൾ തന്നെ പൈററ്റ്സുകൾക്കുള്ളില് ഭയങ്കര സന്തോഷം. ആ വലിയ കപ്പലിൽ നിന്ന് ഇപ്പോൾ ഒരു ജയന്റ് ആനിമൽ പുറത്തേക്ക് വരും. പൈററ്റ്സ് ആണെങ്കിൽ നിലവിളിച്ച് പറയും, ആദ്യം ആ നേവിക്കാരുടെ പീരങ്കികൾ അത് നശിപ്പിച്ചു കളയും. അതാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ തലവേദന. ആ ജയന്റ് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഓറാണ്. അതതിന്റെ കയ്യിലുള്ള വലിയ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശി മിലിറ്ററിക്കാരുടെ എല്ലാ പീരങ്കികളും തകർത്ത് കളയും. അതിനുശേഷം കാഷ്വലായിട്ട് എയ്സിനെ നോക്കി ചിരിച്ച് എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കും. ഗഗ്ഗോമുറിയേക്കാണെങ്കിൽ ആ ഓറിനെ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം വർഷങ്ങൾക്ക് മുൻപ് അവന്റെ കയ്യിലും ഇതുപോലൊരു ജയന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഓറിനെ കാണുമ്പോ അവന് അവന്റെ ജയന്റിനെ ആയിരിക്കും ഓർമ്മ വരിക. എയ്സ് ആണെങ്കിൽ നിലവിളിച്ചു പറയും, ഓർ ദയവ് ചെയ്ത് നീ ഇവിടേക്ക് വരരുത്. പക്ഷെ ഓറിന് അവന്റെ ഒരു ലക്ഷ്യം അത് എയ്സിനെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. അതങ്ങനെ വമ്പം ഫോഴ്സില് നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.